എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഇനി വരാൻ പോകുന്ന 10th പ്രിലിംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: 2024 ആഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ്? 2024 ആഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൻ്റെ പുതിയ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, തിരുവനന്തപുരം നോർത്ത്. തിരുവനന്തപുരം നോർത്ത് എന്നാണ് 2024 ആഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൻ്റെ പുതിയ പേര്. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏതാണ്? 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, MSC ക്ലോഡ് ഗിറാർഡറ്റ്. MSC ക്ലോഡ് ഗിറാർഡറ്റ് ആണ് 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ചൈന. ചൈനയാണ് 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കേരളം. കേരളമാണ് വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷനിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷനിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം. ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള ആരോഗ്യ ധനസഹായമാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷനിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏതു രോഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, കുഷ്ഠം. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഭൂഷൺ രാംകൃഷ്ണ ഗവായ്. ഭൂഷൺ രാംകൃഷ്ണ ഗവായ് ആണ് ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്താണ് ഇന്ത്യയുടെ നിലവിലത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? RBIയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആരാണ്?
ആൻസർ ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത്. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഒ.ജെ. ജനീഷ്. ഒ.ജെ. ജനീഷാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര് എന്താണ്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരം എന്നതാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര്. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ജാർഖണ്ഡ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ എന്നതാണ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷന്റെ പദ്ധതി. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം. സുഭിക്ഷ കേരളമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി. T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയാണ് T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൊല്ലം. കൊല്ലം ജില്ലയാണ് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ആൻസർ ഓപ്ഷൻ സി വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയ തുറമുഖം. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 2025 മെയ് 2. 2025 മെയ് 2-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. ആൻസർ ഓപ്ഷൻ ഡി ജെ.ഡി. വാൻസ്. ജെ.ഡി. വാൻസ് ആണ് 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് എന്താണ്? ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി വീനസ് ഓർബിറ്റർ മിഷൻ. വീനസ് ഓർബിറ്റർ മിഷനാണ്
ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്. താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്രം വിഭാഗം നൊബേൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്രം വിഭാഗം നൊബേൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഹാൻ കാങ്. ഹാൻ കാങ് ആണ് താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്രം വിഭാഗം നൊബേൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ആരോഗ്യകിരണം. ആരോഗ്യകിരണമാണ് 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വാരണാസി. വാരണാസിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ISROയുടെ നിലവിലത്തെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. K-സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? K-സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് K-സ്മാർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പുല്ലമ്പാറ. പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ ബി, മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത്. മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, നീണ്ടകര. നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? ആൻസർ ഓപ്ഷൻ സി, ചലച്ചിത്ര രംഗം. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, സാറ ജോസഫ്. സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? വനിതകൾക്കായി
സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഒഡീഷ. ഒഡീഷയാണ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെ? സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ശാസ്താംപാറ. ശാസ്താംപാറയിലാണ് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ആൻസർ ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്. ക്വാണ്ടം ഡോട്ടിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? രാജേഷ് കുമാർ സിംഗ്. രാജേഷ് കുമാർ സിംഗ് ആണ് DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ജൂലൈ 28. ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മിഠായി. മിഠായിയാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. 2023 കേരളത്തിലെ ആരോഗ്യമേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? 2023 കേരളത്തിലെ ആരോഗ്യമേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആൻസർ ഓപ്ഷൻ എ ആശാധാര. ആശാധാര പദ്ധതിക്കാണ് 2023 കേരളത്തിലെ ആരോഗ്യമേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത്.